ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലിൽ മാത്രമല്ല, മറ്റ് 2 ചാനലുകളിൽ കൂടി കഥ ഞാൻ ഇടുന്നുണ്ട്. ചിൽ ചേത എന്ന ഈ ഒരു ചാനലിൽ കൂടാതെ അല്ലു സ്റ്റോറി എന്നൊരു ചാനലിലും ചേത ചിൽ എന്ന നമ്മുടെ പഴയ ചാനലിൽ നന്ദയുടെയും ഗൗതത്തിൻ്റെയും കഥ ആ ഒരു ചാനലിലാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് കയറി നോക്കി കഥകൾ പലയിടത്തുനിന്ന് കാണേണ്ടി വരും. മറ്റൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ആ നാളത്തെ കിഡിലൻ കഥയിലേക്ക് കിടക്കാം. ഓരോ ദിവസത്തെ കഥയും നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് പൊള്ളിച്ചു എന്ന് തന്നെ പറയാം അല്ലേ. രാധികയെയും വരുണിനെയും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദനെയും എടുത്ത് മാലത്തി അടിച്ചു നമ്മുടെ ഗീതു. ആ ഒരു വക്കീലിൻ്റെ ഓർഡർ വെച്ച്, വക്കീലിൻ്റെ അല്ല, ജഡ്ജി കൊടുത്ത ഇടക്കാല ഉത്തരവ് വെച്ച് പൊള്ളിച്ചടുക്കി. അപ്പോൾ ആ മുറിയിലേക്ക് കയറി താമസിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും കൂടി തന്നെയാണ് താനിവിടെ നിൽക്കുന്നത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ ഗീതു. അപ്പോൾ ഇവിടുത്തെ ഈ ബഹളവും ഇതൊക്കെ കേട്ടുകൊണ്ട് രേഖ അങ്ങോട്ടേക്ക് വരികയാണ്. രേഖ മാത്രമല്ല, അയ്യപ്പൻ നായരും കാഞ്ചനയും ഒക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. എന്തു പറ്റി ഗീതു പാപ്പാ എന്നൊക്കെ ചോദിച്ച് കാഞ്ചന വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഒന്നുമില്ല കാഞ്ചനക്ക, ഞാനേ ഒരു കുടിയുടെ അവകാശം കിട്ടാനായിട്ടുള്ള ഒരു സമരത്തിലായിരുന്നു. ആ സമരം വിജയിച്ചതിൻ്റെ ആവേശത്തിൽ ഞാൻ തുള്ളിച്ചാടിയതാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, കുടികിടപ്പോ അവകാശമോ അതെന്തൊരു എന്നും ചോദിച്ചിട്ട് നമ്മുടെ കാഞ്ചനയുടെ ആ ഒരു തമിഴ് സ്റ്റൈലൊക്കെ നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ആ കാഞ്ചനയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാഞ്ചന പറഞ്ഞു, അതെ, ഈ റൂമിൽ താമസിക്കാനുള്ള അവകാശം ഞാൻ നേടിയെടുത്തു. കുടുംബ കോടതിയിലെ ജഡ്ജി അതെനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഹിയറിങ് വെച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേഖ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. രേഖയ്ക്ക് മനസ്സിലായില്ല അല്ലേ. അതേ, എൻ്റെ ഭർത്താവ് എന്നെ ഈ റൂമിൽ നിന്നും ഓടിച്ചു വിട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി തന്നെ വിധിച്ചിരിക്കുകയാണ് ഞാനിവിടെയാണ് കഴിയേണ്ടതെന്ന്. അതേ, ചില ഭർത്താക്കന്മാരും ഉണ്ട് ഭാര്യയുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്ത, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കടമകൾ നിർവഹിക്കാത്ത ചില ഭർത്താക്കന്മാർ ഈ വീട്ടിലുണ്ട്. എന്താ രേഖ ചേച്ചി, ഒന്ന് പോകണം നമുക്ക്? ഞാനൊരു ഫോൺ കോൾ ചെയ്താൽ മതി, പിന്നെ അങ്ങോട്ട് കേസ് മണി പോലെ അങ്ങോട്ട് നടക്കത്തില്ലേ? ഒരു കേസ് കൊടുക്കുക രേഖ ചേച്ചി, ഞാനുണ്ട് കൂടെ. മാത്രമല്ല, വക്കീലായിട്ട് ഞാൻ വാദിച്ചോളാം, ഞാൻ വാദിച്ച് ജയിപ്പിച്ച് തരാം. അതുപോലെ തന്നെ രേഖ ചേച്ചിയുടെ പുറകെ വാലും ചുരുട്ടി നടക്കുന്ന വരുൺ എന്ന ഭർത്താവിനെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുൺ പറഞ്ഞു, പിന്നെ നീ കാണിച്ചു തരും, ഞാൻ ഇവളുടെ പിന്നാലെ വാലും ചുരുട്ടി നടക്കാനോ? ആ വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേരെ. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, ഒരു വെള്ളം ഇവിടെ ആരും വാങ്ങി വെക്കത്തില്ല, ആ പരിപ്പ് ആ കലത്തിൽ തന്നെ ഞങ്ങൾ വേവിക്കുകയും ചെയ്യും. എന്താ കാണണോ അതോ പെരുവഴിയിലാകണോ? ഏതാ വേണ്ടത്? രഹസ്യയുടെ കൂടെ ആ മുറിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്തമ ഭർത്താവായിട്ട് ജീവിക്കണോ അതോ പെരുവഴിയിലിറങ്ങി തെണ്ടണോ? അതാലോചിച്ചാൽ മാത്രം മതി. പറയുന്നതേ ഈ ഗീതുവാ, പറയുന്നതെന്തും നടത്തി തരുന്ന ഗീതു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വരുൺ, അമ്മ ഞാനിതിനെ കൊല്ലൂട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധികാമ്മ പറഞ്ഞു, നീ കൂടുതലൊന്നും പറയാതിരിക്കുന്ന നിനക്ക് നല്ലത് എന്ന് രാധികാമ്മ പതുക്കെ ഇങ്ങനെ പറയാം. അമ്മയും മോനും കൂടെ എന്താ ഉറുക്കുന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ഗീതുവിൻ്റെ വക അടുത്ത ഡയലോഗ്. എന്നിട്ട് ഗോവിന്ദനോട് പറഞ്ഞു, അതെ, എനിക്ക് ഒത്തിരി സംസാരിച്ച് നിൽക്കാനൊന്നും നേരമില്ല. എത്ര ദിവസമായി നമ്മൾ രണ്ടുകൂടെ ഒരുമിച്ച് റൂമിൽ കിടന്നുറങ്ങിയിട്ട്, എന്തായാലും നമുക്ക് കിടന്നുറങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, ആ പട്ടുമത്തേൽ എനിക്കൊന്ന് കിടന്ന് ശയനം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു അതിനകത്തേക്ക് കയറുക. എന്തായാലും സഭ പിരിച്ചു വിട്ടിരിക്കുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. പിന്നെ രഹചേച്ചി കേസിൻ്റെ കാര്യം മറക്കണ്ട, എല്ലാം ഞാൻ ഏറ്റു. ചേച്ചി കേസ് അങ്ങോട്ട് കൊടുത്താൽ മതി, വാദിക്കുന്ന കാര്യം ഞാൻ ഏറ്റുന്നേ. പിന്നെ ജഡ്ജി നമ്മുടെ കയ്യിലാണല്ലോ, എൻ്റെ കയ്യിലാണ് ജഡ്ജി ഇരിക്കണം എന്ന രീതിയിലാണ് നമ്മുടെ ഗീതു പറയുന്നത്. രേഖ നിന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടേ. നീ ഒത്തിരി ചിരിക്കുകയൊന്നും വേണ്ട എന്ന് മുറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും രേഖയോട് വരുൺ പറഞ്ഞു, നീ അവൾ പറയുന്നത് കേട്ട് തുള്ളാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഇതോടെ അവകാശം കൂടി ഇല്ലാണ്ടാകും. ഈ ഒരു ഇതിനകത്ത് താമസിക്കല്ലെങ്കിൽ ഈ വീട്ടിനുള്ളിൽ താമസിക്കാം എന്നൊരു അവകാശം കൂടി ഇല്ലാതാക്കി നിന്നെ ഞാൻ ഇറക്കി വിടും. മര്യാദയ്ക്കാണെങ്കിൽ നിനക്ക് ഇതിനകത്ത് നിൽക്കാം. അപ്പോഴേക്കും രേഖ പറഞ്ഞു, എൻ്റെ പൊന്നു വരണേട്ടാ, എന്തായാലും ഗീതുവിനെ പോലെ ഒരു പെണ്ണാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനെ സാധിക്കത്തില്ല. ഗീതുവിനെ പോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കതിന് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ കേസ് കൊടുക്കുന്ന പേടിച്ചിട്ടാണെങ്കിൽ ഒരു കേസിന് ഞാൻ പോകത്തില്ല. എന്തെങ്കിലും വരണേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കും എന്നൊക്കെ രേഖ ഇങ്ങനെ പറയാം. കാത്തിരുന്നോ, കാണാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ വരും. എന്തായാലും ഇതേ സമയം നമ്മുടെ ഗീതുവും ഗോവിന്ദും കൂടെ പൊരിഞ്ഞടിയാണ് അവരുടെ റൂമിനകത്ത് കേട്ടോ. ഗീതു നേരെ കട്ടിലേക്ക് അങ്ങോട്ട് കയറി. എങ്ങോട്ടാടി കയറുന്നത്? എൻ്റെ കട്ടിലേന്ന് ഇറങ്ങടി എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ്, ഇതേ നിങ്ങളുടെ കട്ടിലൊന്നും അല്ല, ഇത് നമ്മുടെ കട്ടിലാണ്. ഭാര്യധർമ്മം, ഭർത്തൃധർമ്മം, ധർമ്മം ഇതൊക്കെ
ഓർത്തോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു, നിൻ്റെ ഒരു ഭാര്യധർമ്മം എൻ്റെ അടുത്ത് നീ പാലിക്കേണ്ട, എനിക്ക് നിൻ്റെ കൂടെ കിടക്കും വേണ്ട, എനിക്ക് വേണ്ടത് സമാധാനമാണ്, സമാധാനം എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ നമുക്ക് പോകാം. എങ്ങോട്ട്? അല്ല ചന്തയ്ക്ക് പോകാം സമാധാനം മേടിക്കാനായിട്ട്, 10 കിലോ മേടിച്ചുകൊണ്ട് വരാം എന്ന് ഗീതു പറഞ്ഞപ്പോഴേക്കും എൻ്റെ നട്ടപ്പാരിക്ക് ചളി അടിക്കരുത് കേട്ടോ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, നിന്നെപ്പോലെയല്ല എനിക്ക് ഒരുപാട് ജോലിയുള്ളതാണ്. ചെന്നിട്ട് പിന്നെ ഞാൻ പിന്നെ കമ്പനി വന്നിട്ട് ചുമ്മാ ഇരിക്കുമല്ലേ, നീ കമ്പനി വരുന്നില്ലല്ലോ, നീ കമ്പനി വരുന്നത് കിഷോറിനെ എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലേ കമ്പനി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതിനാണെങ്കിൽ ഞാൻ വരുന്നുണ്ടല്ലോ, അതോ ഇനി വൈസ് ചെയർമാൻ്റെ എല്ലാവിധ അധികാരങ്ങളും ഞാനിവിടെ വേണമെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ്, എന്തായാലും നിൻ്റെ കൂടെ കിടക്കാൻ ഞാനില്ല, നീ എഴുന്നേറ്റ് പൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ തലേണ എടുത്ത് പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അവൾ കട്ടിലേന്ന് എഴുന്നേറ്റ് പറഞ്ഞു, എന്തായാലും എവിടെയാണ് പോകുന്നതെങ്കിലും ഞാനും അവിടെ വന്ന് കിടക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ഗോവിന്ദിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു, നീ ഒരു ഭാര്യയാണോ, ഭർത്താവിനൊപ്പം കിടക്കണം എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് കുടിയുടെ അവകാശം നേടിയെടുത്ത് നീ ഒരു ഭാര്യയാണോ? പിന്നെ ഞാനൊരു ഭാര്യയല്ലേ, ഞാൻ ഭാര്യധർമ്മം പാലിക്കുന്നില്ലേ? അത് എൻ്റെ മനസ്സിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, ആ ഒരു ഭാര്യാധർമ്മമൊക്കെ കാണുന്നില്ലേ, കണ്ടിട്ടില്ലേ, എൻ്റെ ഹൃദയത്തിലുണ്ട്, അത് നീ നെറ്റിയിലും കൂടെ ഒട്ടിക്കാവോ ഇതൊക്കെ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് അവളിങ്ങനെ പറയുന്നത്. എന്തായാലും അങ്ങനെ ആ ഒരു നല്ല ദിവസം കടന്നു പോവുകയാണ്. എന്തായാലും നമ്മുടെ ഗോവിന്ദും ഗീതു ഒരുമിച്ചൊരു കട്ടിൽ കിടക്കുന്ന പരിപാടിയില്ല. ഗോവിന്ദ് പറഞ്ഞു, ഞാനില്ല നിൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൻ സോഫയിൽ പോയി കിടന്നു. എന്തായാലും അവിടെ പോയി കിടക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും നമ്മുടെ ഗീതു പറഞ്ഞു, എന്തായാലും ഞാനിവിടെ കട്ടിൽ സുഖമായിട്ട് കിടക്കും, നിങ്ങളവിടെ കിടന്നു, എനിക്ക് എന്താണ് എന്നും ചോദിച്ച്. പിന്നെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നടുവേദനയാണ് തിരുമ്മി തരാനെന്നും പറഞ്ഞ് വന്നേക്കരുത്, മര്യാദയ്ക്ക് നീണ്ട് വന്ന് കിടക്കണമെങ്കിൽ ഇവിടെ വന്ന് കിടന്നോണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ കൂടെ എൻ്റെ വട്ടി കിടക്കും, വട്ടീനൊന്നും എനിക്ക് കിടത്താൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗീതു കയറിക്കിടന്ന് പോതിച്ച് ഉറക്കം വലിക്കുന്ന രീതിയിൽ കേൾപ്പിക്കോട്ടോ. ഇതിനാണ് ഉറക്കവും വരുന്നില്ല, ഒരു സമാധാനവും ഇല്ല. അവിടെ കട്ടിൽ നീണ്ട് പറഞ്ഞ് കിടക്കാഞ്ഞിട്ടേ ഇങ്ങനെ ഒരു മാരണം, ഈ സാധനത്തിന് ഏത് നേരത്താണോ തലയിലെടുത്ത് വയ്ക്കാൻ തോന്നിയതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ കിഷോർ വിളിക്കുകയാണ്. കിഷോർ ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ നല്ല സോഫ്റ്റ് കോപ്പി അയച്ചിരുന്നു, അവരുടെ അയച്ചിരുന്നില്ലേ, അത് നോക്കിയില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ? എൻ്റെ ഒരു ഓർഡർ ഇല്ലാതെ നീ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല, അത് നോക്കിയിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. നോക്കിയിട്ട് ഞാൻ മറുപടി പറയാം, അതൊന്ന് നോക്കട്ടെ, വിശദമായിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ എന്ത് പഠിക്കാനാ, ഇപ്പം ഗീതാഞ്ജലി മാഡം ഇപ്പം അതിനകത്ത് എന്ത് നോക്കിയിട്ട് എന്ത് മനസ്സിലാവാനാ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ IT ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഞാൻ ചെയ്ത എന്തെങ്കിലും അതിനകത്ത് മനസ്സിലാവും, അതിനകത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ വരയും കുറിയല്ലാതെ വല്ലതും മനസ്സിലാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് വൈസ് ചെയർമാനായിട്ട് വെറുതെ പേരിന് അവിടെ വന്ന് കമ്പനി ഇരുന്നാൽ കിട്ടുന്നതല്ല ഗീതാഞ്ജലി മാഡം. വൈസ് ചെയർമാനായിട്ടല്ല ആരെയും ഭരിക്കാമെന്ന് ഓർത്തിട്ട് കെട്ടിയോൻ്റെ ചിലവിൽ വന്നിരിക്കുന്നതല്ല അവിടെ, അതിന് എക്സ്പീരിയൻസ് വേണം. എന്ത് എക്സ്പീരിയൻസാണ് വൈസ് ചെയർമാനായിട്ട് അവിടെ ഇരിക്കുന്നതിനുള്ളത്? എന്താ ഫുഡ് ഡെലിവറി നടത്തിയതിൻ്റെ എക്സ്പീരിയൻസ് ആണോ ഗീതാഞ്ജലി മാഡം എന്നൊക്കെ ചോദിച്ച് കിഷോർ ഗോൾ അടിക്കാൻ നോക്കിയതോ. ഷോട്ടപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇവളങ്ങോട്ട് അലറി, നീ എന്താടാ വിചാരിച്ചത്, എന്നെ ഭരിക്കാനോ? എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഓഫീസിലേക്ക് വാ, നിൻ്റെ പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗീതു കോൾ കട്ട് ചെയ്യാം കേട്ടോ. ഇവനിട്ട് ഉഗ്രം പണി തന്നെ കൊടുക്കണം. അങ്ങനെ സാന്ദ്രയെ വിളിച്ച് ആ പ്രൊജക്റ്റിൻ്റെ ഓരോ സാന്ദ്രയുടെ അരികിലേക്ക് നമ്മുടെ ഗീതു പോകുന്നുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ ഓരോ A to Z ക്രിറ്റിസൈസ് ചെയ്ത് തന്നെ ഗീതു അതെല്ലാം മനസ്സിലാക്കുകയാണ് ഇവനെ പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നാളത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ രാവിലെ നമ്മുടെ ചാനലിൽ എപ്പിസോഡ് ഇടുന്നുണ്ട്, എല്ലാവരും കാണണം കേട്ടോ. സി ഓക്കെ, താങ്ക് യു.